विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ. Hi everyone, hope you are all fine and fit at home. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, ഇല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? പക്ഷെ പലപ്പോഴും നമ്മൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, എല്ലാം പെട്ടെന്ന് നടക്കണം. ദാറ്റ് മീൻസ് വി ആർ നോട്ട് റെഡി ടു വെയിറ്റ് ആൻഡ് വർക്ക് കൺസിസ്റ്റൻ്റ്ലി ഫോർ ദി ഗോൾ. സോ എനിഹൗ നമ്മൾക്കൊന്ന് നോക്കാം, ഇത്തിരിയെങ്കിലുമൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. അതിനായിട്ട് ഐ വെൽക്കം യു ഓൾ ടു സെബാൻസ് ഇംഗ്ലീഷ് ക്ലബ്. Remember the proverb, Rome was not built in one day. റോമ സാമ്രാജ്യം പണി കഴിപ്പിച്ചത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ആയിരുന്നില്ല. We often ask the question, can I really speak fluent English? Can I really speak fluent English? My answer is yes, of course. But it depends on your motivation and commitment. If you are committed, നിങ്ങൾ അതിനു വേണ്ടി സമർപ്പണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഷുവർ യു ക്യാൻ സ്പീക്ക് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ്. സോ വർക്ക് ഹാർഡ് ആൻഡ് ഷോ മോർ ഡിലിജൻസ് ഇൻ ഇറ്റ്. എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാം? അതിന് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില സ്മാർട്ട് കീസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആമുഖമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സം സ്മാർട്ട് കീസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ദ ഫസ്റ്റ് വൺ ഈസ് ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ്. വി ഓൾ ഓഫൺ ഫീൽ ദാറ്റ് ഐ മേ കമ്മിറ്റ് മിസ്റ്റേക്സ് ആൻഡ് അതേഴ്സ് മേ നോട്ടീസ് ഇറ്റ്. ഇറ്റ് മേ ബി എ ഷെയിം ഫോർ മീ. ഇല്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുമോ അത് മറ്റുള്ളവർ എപ്രകാരം കാണും, അതെനിക്കൊരു നാണക്കേടാകുമല്ലോ എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴുമുണ്ട്. ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുക, ക്യാൻ യു സ്പീക്ക് മലയാളം വിത്തൗട്ട് മിസ്റ്റേക്സ്? പറ്റുമോ? നോ. മലയാളം ഈസ് അവർ മദർ ടങ് ആൻഡ് ഈവൻ ദെൻ വി കമ്മിറ്റ് മിസ്റ്റേക്സ്. ദെൻ വാട്ട് അബൌട്ട് ദിസ് ഫോറിൻ ലാംഗ്വേജ്? So you are bound to make mistakes. So don't worry about making mistakes. Actually we are making only few mistakes, but we think that we commit hundreds and hundreds of mistakes. So get over your shyness and hesitation. നാണവും മടിയും മാറ്റിവെക്കുക. തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങ് സംസാരിച്ചു തുടങ്ങുക. അത്രയേ ഉള്ളൂ ബേസിക്കായിട്ട്. The more you speak, the faster you learn. The more you speak, the easier it becomes. എത്രയധികം നമ്മൾ സംസാരിക്കുന്നുവോ അത്ര എളുപ്പത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. എത്രയധികം നമ്മൾ സംസാരിക്കുന്നുവോ അത്ര എളുപ്പത്തിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്വായത്തമാക്കാനും സാധിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്മാർട്ട് കീ. ഈ ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ്. The second smart key is don't speak fast. ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പം പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു സൈഡാണ് വേഗത്തിൽ സംസാരിക്കുന്നതാണ്. ഫ്ലുവൻസി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഫാസ്റ്റ്. സ്പീഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സ്പീഡ് ഓഫ് യുവർ കമ്മ്യൂണിക്കേഷൻ. Speak slowly and clearly so that each and every word will get imprinted in your mind. അത് മറന്നു പോവില്ല.
അത് ഇപ്പം ഹൃദയസ്ഥമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഈസ് വാട്ട് യു സേ ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ എത്ര വേഗതയിൽ സംസാരിക്കുന്നു എന്നുള്ളതല്ല ഇംഗ്ലീഷ് പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ ഒരു അളവുകോൽ എന്ന് പറയുന്നത്. സോ കീപ്പ് ഇൻ മൈൻഡ് ദ സെക്കൻഡ് സ്മാർട്ട് കീ, ദാറ്റ് ഈസ് ഡോണ്ട് സ്പീക്ക് ഫാസ്റ്റ്. ഓക്കെ, നൗ ദ തേർഡ് സ്മാർട്ട് കീ ഈസ് ബി എ കോൺഫിഡൻറ്റ് സ്പീക്കർ. ആത്മവിശ്വാസമുള്ള സ്പീക്കറായിരിക്കണം. എങ്ങനെ നമുക്ക് ആത്മവിശ്വാസമുള്ള സ്പീക്കറായിട്ട് മാറാനായിട്ട് സാധിക്കുക? പ്രാക്ടീസ് വാട്ട് യു വാണ്ട് ടു സേ. നിങ്ങൾക്ക് എന്താണോ പറയാനായിട്ടുള്ളത് അത് പ്രാക്ടീസ് ചെയ്യുക. അതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്ലാനിങ്, രണ്ട് റിഹേഴ്സൽ. നമ്മൾ പ്ലാൻ ചെയ്യണം, പിന്നെ റിഹേഴ്സ് ചെയ്യണം. സോ ദാറ്റ് യു ക്യാൻ സ്പീക്ക് മോർ കോൺഫിഡൻ്റ്ലി. വാട്ട് യു തിങ്ക് ഈസ് വാട്ട് യു ഗെറ്റ്. മറന്നു പോകരുത്. വാട്ട് യു തിങ്ക് ഈസ് വാട്ട് യു ഗെറ്റ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾക്ക് കിട്ടുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, ഐ കനോട്ട് സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്, ഐ കനോട്ട് സ്പീക്ക് ഫ്ലുവൻ്റ്ലി. നോ, അത് ഇന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണം. യു സേ യുവർ സെൽഫ്, മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ, മൈ ഇംഗ്ലീഷ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അങ്ങനെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ തന്നെ ആത്മവിശ്വാസം ഉളവാക്കിയെടുക്കണം. അതിന് പ്ലാനിങ് വേണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, now shall we move on to the fourth smart key, that is don't follow written English style. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അധികവും ക്ലാസ് മുറികളിൽ ഉത്തരങ്ങളും ചോദ്യോത്തരങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നവരായതുകൊണ്ട് നമ്മൾ സംസാരത്തിലേക്ക് വരുമ്പോഴും അതേ സ്ട്രക്ചർ തന്നെ, അതേ കംപ്ലീറ്റ് സെൻറ്റൻസ് തന്നെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര നമ്മൾ പലപ്പോഴും ഉണ്ടാകും. ബട്ട് കീപ്പ് ഇൻ മൈൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരിക്കലും അങ്ങനെയൊന്ന് ഇംഗ്ലീഷിൽ, സ്പോക്കൺ ഇംഗ്ലീഷിലില്ല. നമ്മൾ റിട്ടൺ ഇംഗ്ലീഷിൽ ഒരു വലിയ സെൻറ്റൻസ് പറയുന്ന കാര്യം സ്പോക്കണിൽ വരുമ്പോൾ ഒരൊറ്റ വേർഡിൽ അവിടെ അവസാനിക്കുമത്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് അറ്റംപ്റ്റ് ഫോർ ഫുൾ ആൻഡ് കംപ്ലീറ്റ് സെൻറ്റൻസ്. ഡോണ്ട് ട്രൈ ടു കണക്ട് യുവർ സെൻറ്റൻസസ് ബൈ യൂസിങ് കണക്റ്റീവ്സ്. കണക്റ്റേഴ്സ് ഉപയോഗിച്ച് വളരെ ലെങ്തി ആയിട്ട് സ്ട്രക്ചറലായിട്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും സ്പോക്കൺ ഇംഗ്ലീഷിൽ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പരിശ്രമിക്കേണ്ടത് ഇല്ല. നമ്മൾ കം എന്ന് പറയുമ്പോൾ തന്നെ ആ കോണ്ടെക്സ്റ്റിൽ അതിന് വലിയൊരു അർത്ഥം കിട്ടുന്നുണ്ട്. ഡു ഇറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് കോപ്പറേറ്റ്, ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ റിട്ടൺ ഇംഗ്ലീഷിൽ ഞങ്ങൾ പ്ലീസ് കോപ്പറേറ്റ് എന്ന് മാത്രം അവിടെ എഴുതി വെച്ചാൽ ഏത് കാര്യത്തിൽ, എന്തിൽ, എങ്ങനെ എന്നുള്ള കുറേ അവ്യക്തതകൾ അവിടെ ഉണ്ടാകും. സോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ നിർബന്ധമില്ല, അങ്ങനെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടതില്ല എന്ന് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള സ്ട്രക്ചറിന് വേണ്ടി പോകുമ്പോഴാണ് നമ്മൾക്ക് ഗ്രാമർ മിസ്റ്റേക്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വ്യഗ്രതകൾ ഉണ്ടാവുക. ഓക്കെ, so keep in mind, don't follow written English style in your കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ദാറ്റ് മീൻസ് ഡോണ്ട് ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കാണാതെ പഠിച്ചു വെക്കേണ്ട, നമ്മൾ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകണം. അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്നിനും ആവശ്യമായതിനെ നമ്മൾ നിങ്ങളിലേക്ക് ഇൻപുട്ട് ചെയ്യും. അതിനെ നിങ്ങളുടെ പ്രാക്ടീസിലൂടെ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വിടുക. സോ യു വിൽ ബി ഗെറ്റിംഗ് വെരി ഗുഡ് ആൻഡ് വെരി ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ്. Now the fifth smart key is speak spontaneously. സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു നോട്ട് ട്രൈ ടു സ്പീക്ക് സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം അതർ ലാംഗ്വേജസ്. നമ്മൾ കൊച്ചു കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന 3ലും 4ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കണം നിർബന്ധം പറയുമ്പോൾ വാട്ട് ദേ ഡു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ഒരു ഇംഗ്ലീഷ് കൺസ്ട്രക്ഷൻ. അവർ പറയും ടീച്ചർ വെള്ളം കുടിച്ചോട്ടെ, ടീച്ചർ ഐ ഡ്രിങ്ക് വാട്ടർ, ഞാൻ ഓഫീസിൽ പോയിക്കോട്ടെ ടീച്ചർ, ഐ ഓഫീസ് ഗോ ടീച്ചർ. സേ ദ എക്സാക്റ്റ് മലയാളം സെൻറ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇംഗ്ലീഷ്. കുഴപ്പമില്ല, ബിഗിനേഴ്സ് എന്ന നിലയിൽ അത് ഏറ്റവും നല്ലതാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ട്രക്ചറലായിട്ട് ട്രാൻസ്ലേഷനൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വായിൽ വരുന്നത് പോലെ സ്പോണ്ടേനിയസ് ആയിട്ട്, സ്വയം പ്രേരിതമായിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. വെരി ഈസി മെത്തേഡ് ഈസ് ദാറ്റ് ടോക്ക് ടു യുവർ സെൽഫ്. ചുമ്മാ വെറുതെ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുക, ആ ഇരിക്കുന്ന സമയത്ത് നമ്മളോട് നടത്തുന്ന സംസാരം ലെറ്റ് ഇറ്റ് ബി ഇൻ ഇംഗ്ലീഷ്. എന്ത് രസമായിരിക്കും അല്ലേ? നമ്മളോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ദ വേ ഓഫ് തിങ്കിങ് ഇംഗ്ലീഷിലാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക്
സാധിക്കും. സോ ടോക്ക് ടു യുവർ സെൽഫ് സ്പോണ്ടേനിയസ്ലി. നമ്മുടെ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ചുമ്മാ നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറയുക. അപ്പോൾ അതൊരു സ്പോണ്ടേനിയസ് വേ ഓഫ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് അട്ടറിങ് ഇൻ ഇംഗ്ലീഷ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. സോ ദിസ് വിൽ ഹെൽപ്പ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ആൻഡ് റെഡ്യൂസ് യുവർ ആങ്സൈറ്റി. അങ്ങനെ സ്വതന്ത്രമായിട്ട് സംസാരിക്കുക. ഒരു റിട്ടൺ സ്ട്രക്ചറിലൊന്നും പോയി പറയണമെന്നൊന്നും ഇംഗ്ലീഷിൽ ഒരു നിർബന്ധവുമില്ല. സോ സ്പീക്ക് സ്പോണ്ടേനിയസ്ലി സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ആൻഡ് റെഡ്യൂസ് യുവർ anxiety. So I have shared you 5 smart keys to speak English fluently. Shall I summarize once again? The point number 1 is don't worry too much about making mistakes. Point number 2 is don't speak fast. Point number 3, be a confident speaker. Point number 4, don't follow written English style. And the 5th one is speak spontaneously. So note down these smart keys on your notebook and read it and learn it. We will be dealing with further smart keys in the next class. Okay, thank you.